തലപ്പുഴയിലെ ബാങ്ക് ജീവനക്കാരൻ അനിൽകുമാറിന്റെ ആത്മഹത്യ സിപിഎം നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് നേതൃത്വത്തിന് സമർപ്പിച്ചു. നിർണായക ഏരിയ കമ്മിറ്റി യോഗം തിങ്കളാഴ്ച. ആരോപണ വിധേയനായ സിപിഎം മുൻ ഏരിയ കമ്മിറ്റി അംഗവും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പി വാസുവിന്റെ പങ്കിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് സിപിഎം പാർട്ടി കമ്മീഷനെ നിയോഗിച്ചത്. 50-ലധികം പേരിൽ നിന്നും കമ്മീഷൻ അംഗങ്ങൾ മൊഴി രേഖപ്പെടുത്തിയ റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ പങ്കെടുക്കുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിൽ സമർപ്പിക്കുക. ബാങ്ക് ജീവനക്കാരനായിരുന്ന തവിഞ്ഞാൽ 44 സ്വദേശി അനിൽകുമാർ 2018 ഡിസംബർ 1 വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. മരണത്തിന് മുൻപ് തന്റെ രക്തം കൊണ്ട് ഒപ്പിട്ട 6 ആത്മഹത്യാക്കുറിപ്പുകളും എഴുതിവച്ചിരുന്നു. ബാങ്ക് പ്രസിഡന്റ് പി വാസു, സെക്രട്ടറി നസീമ, ബാങ്ക് ജീവനക്കാരൻ സുനീഷ് എന്നിവരുടെ മാനസിക പീഡനമാണ് തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമെന്നായിരുന്നു കത്തിൽ എഴുതിയത്. ഇതാകട്ടെ ഏറെ വിവാദത്തിനും തിരിതെളിച്ചു. ഇതിന്റെ പശ്ചാത്തലത്തിൽ സിപിഎം വാസുവിനെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. കത്തിലെ പരാമർശത്തെക്കുറിച്ചും വാസുവിൻ്റെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കാൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ബാലകൃഷ്ണൻ, എം രജീഷ്, സണ്ണി ജോർജ് എന്നിവരടങ്ങിയ 3-അംഗ സമിതിയെയും സിപിഎം നിയോഗിച്ചിരുന്നു. ഈ സമിതിയാണ് കഴിഞ്ഞ ദിവസം ഏരിയ കമ്മിറ്റിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചത്. കത്തിലെ പരാമർശവുമായി ബന്ധപ്പെട്ട് 50-ലധികം ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച ജില്ലാ സെക്രട്ടറി പി ഗഗാറിൻ പങ്കെടുക്കുന്ന മാനന്തവാടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചർച്ച ചെയ്യുകയും ഉചിതമായ തീരുമാനം കൈക്കൊള്ളാനുമാണ് തീരുമാനമെന്നറിയുന്നു. കത്തിൽ പരാമർശിച്ച പേരുകളിൽ ബാങ്ക് ജീവനക്കാരൻ സുനീഷിനെ തലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സുനീഷ് റിമാൻഡിലുമാണ്. പി വാസു ഹൈക്കോടതിയിലും നസീമ ജില്ലാ കോടതിയിലും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. വാസുവിൻ്റെ ജാമ്യം 25-നും നസീമയുടെ ജാമ്യം 29-നും കോടതി പരിഗണിക്കും. അതേസമയം സുനീഷിനെ കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ കാട്ടിമൂല, വെൺമണി പ്രദേശങ്ങളിൽ പ്രതിഷേധവും വ്യാപകമായിട്ടുണ്ട്. സുരേഷ് തലപ്പുഴ, വയനാട് വിഷൻ, മാനന്തവാടി. ദേശീയപാത നവീകരണ പ്രവൃത്തി വനം വകുപ്പ് തടഞ്ഞ നടപടിയിൽ സംയുക്ത സർവേ ആരംഭിച്ചിട്ട് 1 മാസം 10 ദിവസം കൊണ്ട് സർവേ നടപടികൾ പൂർത്തിയാക്കുമെന്ന് അധികൃതർ പറഞ്ഞിരുന്നെങ്കിലും സർവേ നടപടികളിലുണ്ടായ മെല്ലെപ്പോക്കാണ് ഇതുവരെ നടപടികൾ പൂർത്തിയാകാത്തതിന് കാരണമെന്നാണ് ആരോപണം. റവന്യൂ, വനം വകുപ്പുകളും ദേശീയപാത പൊതുമരാമത്ത് വകുപ്പുമാണ് സർവേക്ക് നേതൃത്വം നൽകുന്നത്. മുലങ്കാവ് മുതൽ സംസ്ഥാന അതിർത്തി വരെ 16.5 കിലോമീറ്റർ ദൂരമാണ് സർവേ പരിശോധന. ദേശീയപാത 766-ന്റെ അതിർത്തി സംബന്ധിച്ച് ദേശീയപാത പൊതുമരാമത്ത് വിഭാഗവും വനം വകുപ്പും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് സംയുക്ത സർവേ ആരംഭിച്ചത്. കഴിഞ്ഞ മാസം 20-നാണ് സർവേ തുടങ്ങിയത്. സർവേ തുടങ്ങിയ സമയത്ത് 10 ദിവസം കൊണ്ട് സർവേ പൂർത്തിയാക്കി പ്രശ്നത്തിന് പരിഹാരം കാണുമെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ 1 മാസം തികയുമ്പോൾ ഇതുവരെയും സർവേ നടപടികൾ പൂർത്തിയായിട്ടില്ല. ഇതിനെതിരെ പ്രതിഷേധമുയർന്നിട്ടുണ്ട്. നടപടികളിലെ മെല്ലെപ്പോക്കാണ് ഇതിന് കാരണമെന്നാണ് ഉയരുന്ന ആക്ഷേപം. മൂലങ്കാവ് മുതൽ സംസ്ഥാന അതിർത്തിയായ മൂലഹള്ള വരെയാണ് സംയുക്ത സർവേ നടത്തുന്നത്. വനം, റവന്യൂ വകുപ്പുകളും ദേശീയപാത പൊതുമരാമത്ത് വിഭാഗവുമാണ് സംയുക്ത സർവേക്ക് നേതൃത്വം നൽകുന്നത്. വനം വകുപ്പ് പരിഗണിക്കുന്ന 1939-ലെയും ദേശീയപാത പൊതുമരാമത്ത് വിഭാഗം പരിഗണിക്കുന്ന 94-ലെയും സർവേ രേഖകൾ അടിസ്ഥാനമാക്കിയാണ് സംയുക്ത സർവേ പരിശോധന. വന്യജീവി സങ്കേത അതിർത്തിയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയുടെ വീതി കൂട്ടിയെടുക്കുന്ന ഭാഗം വനത്തിൽ ഉൾപ്പെട്ടതാണെന്ന കാരണം പറഞ്ഞാണ് ദേശീയപാത 766-ന്റെ നവീകരണ പ്രവൃത്തി ഒക്ടോബർ മാസത്തിൽ വനം വകുപ്പ് തടഞ്ഞത്. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. പ്രശ്നപരിഹാരത്തിന് കളക്ടർ, MLA തലങ്ങളിൽ ചർച്ചയും നടന്നു. ഇതിൽ നിർദ്ദേശിച്ച പ്രകാരമാണ് ഇപ്പോൾ സംയുക്ത സർവേ നടക്കുന്നത്. ദേശീയപാത വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് 55 കോടി രൂപയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഈ 55 കോടി ഉപയോഗിച്ചിട്ട് ദേശീയപാത അതോറിറ്റി നമ്മളുടെ വനമേഖല കൂടി കടന്നു പോകുന്ന ദേശീയപാത വികസിപ്പിക്കാൻ ചെന്നപ്പോൾ വനം വകുപ്പ് അതിനെ തടയിട്ട വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെ തുടർന്ന് കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലേക്ക് എത്തുകയും സർവകക്ഷി യോഗം കൂടുകയും ആ സർവകക്ഷി മുഖ്യമന്ത്രി പിണറായി വിജയനെ അടക്കം കാണുകയും അതിൻ്റെയൊക്കെ ഫലമായിട്ട് ഒരു സംയുക്ത സർവേക്ക് ഉത്തരവിട്ടിരുന്നു. ആ സംയുക്ത സർവേ വനം വകുപ്പും റവന്യൂ വകുപ്പും കൂടി ചേർന്നിട്ട് കഴിഞ്ഞ 20-ാം തീയതി ആരംഭിച്ചതാണ്. എന്നാൽ നാളെ ഇതുവരെയായിട്ടും സർക്കാരിൻ്റെ വനം വകുപ്പിൻ്റെ മറ്റെല്ലാ നടപടിക്രമങ്ങൾ പോലെ ഇതും ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ ഇഴഞ്ഞു നീക്കമൊന്ന് അവസാനിപ്പിച്ചിട്ട് ഈ സർവേയുടെ ഒരു ഫലം ഒന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് എത്രയും പെട്ടെന്ന് ആ റോഡിൻ്റെ പുനരുദ്ധാരണവും അതുപോലെ തന്നെ അറ്റകുറ്റപ്പണികളൊക്കെ ആരംഭിക്കണം എന്നുള്ളതാണ് ആവശ്യം. അതല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് ഈ ഫണ്ട് ഇനി എത്രയും പെട്ടെന്ന് തന്നെ ലാപ്സായി പോകും. അപ്പോൾ നമുക്ക് കിട്ടാവുന്ന വികസന സാധ്യതകൾ ഇല്ലാതാവുകയാണ്. ഒരുപക്ഷെ വനം വകുപ്പ് ലക്ഷ്യം വെക്കുന്നതും അത് തന്നെയായിരിക്കും. അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അതേസമയം ഇക്കഴിഞ്ഞ 16-ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിതല മീറ്റിംഗ് നടക്കുകയും അതിൽ വനം വകുപ്പും ദേശീയപാത അതോറിറ്റിയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എത്രയും വേഗത്തിൽ സർവേ നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയതുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. വർഗീയത പറഞ്ഞ് ജനങ്ങളെ ഭിന്നിപ്പിക്കലാണ് മോദി സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം N. സുകന്യ. അസോസിയേഷൻ മാനന്തവാടി ഏരിയ സമ്മേളനം ക്ഷീരസംഘം ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുകന്യ. സ്ത്രീ സമത്വം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. ഏരിയ പ്രസിഡന്റ് AN. സുശീല അധ്യക്ഷയായിരുന്നു.
സ്ത്രീ സമത്വം ഉറപ്പുവരുത്തുക, രാത്രികാലങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിൽ സുരക്ഷിത താവളമൊരുക്കി വനിതാ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുക, രാത്രിയാത്രാ നിരോധനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. മുതലാളിത്തം എന്നുള്ളതാണ് ചരിത്രത്തിന്റെ അന്ത്യം. മുതലാളിത്തമല്ലാതെ ലോകത്ത് മറ്റൊരു വഴിയില്ല. സോഷ്യലിസം അർത്ഥരഹിതമായിട്ടുള്ള ഒന്നാണ്. ഇതിൽ യാതൊരു കാര്യവുമില്ല. സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് യാതൊരു നിലനിൽപ്പുമില്ല എന്നെല്ലാമുള്ള കാര്യങ്ങളാണ് 90കളുടെ തുടക്കത്തിൽ നമ്മൾ കേട്ടതെങ്കിൽ 4 നൂറ്റാണ്ട് പിന്നിടുമ്പോ അത് പറഞ്ഞ ആളുകൾ തന്നെ ഇന്ന് തിരുത്തി പറയുകയാണ്. രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സെമി ഫൈനലിൽ കേരളത്തിന്റെ എതിരാളികൾ വിദർഭ. ഉത്തരാഖണ്ഡിനെതിരായ ക്വാർട്ടർ ഫൈനലിൽ വിദർഭ ഇന്നിംഗ്സിനും 115 റൺസിനും വിജയിച്ചതോടെയാണ് കേരളത്തിനെതിരെ സെമി ഫൈനലിന് കളമൊരുങ്ങിയത്. കൃഷ്ണഗിരിയിൽ ഈ മാസം 24 മുതലാണ് സെമി ഫൈനൽ പോരാട്ടം. ജനുവരി 24 മുതൽ വയനാട് കൃഷ്ണഗിരി സ്റ്റേഡിയത്തിലാണ് കേരളം വിദർഭ സെമി. കേരള ടീം തിങ്കളാഴ്ച കൃഷ്ണഗിരിയിലെത്തും. ക്വാർട്ടറിലെന്ന പോലെ കേരളത്തിന്റെ പേസ് ബൗളിംഗിന്റെ ശക്തി പരമാവധി ഉപയോഗിക്കുന്ന തരത്തിലാകും പിച്ചിന്റെ നിർമ്മാണം. വസീം ജാഫർ, ഫായിസ് ഫസൽ, സഞ്ജയ് രാമസ്വാമി തുടങ്ങിയ വൻപന്മാരടങ്ങിയ ബാറ്റിംഗ് കരുത്തുമായാണ് വിദർഭ ഇറങ്ങുന്നത്. ശക്തിയായ പേസ് ബൗളിങ്ങിനെ പരമാവധി ഉപയോഗിക്കാനാവും കേരളത്തിന്റെ ശ്രമം. അതേസമയം വിദർഭയുടെ പേസ് ബൗളറായ ഇന്ത്യൻ താരം ഉമേഷ് യാദവ് കൃഷ്ണഗിരിയിലെ പിച്ച് ഉപയോഗപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ്. ഗുജറാത്തിനെതിരായ ക്വാർട്ടർ ഫൈനലിനിടെ പരിക്കേറ്റ ബാറ്റ്സ്മാൻ സഞ്ജു വി സാംസൺ സെമിയിൽ കളിക്കില്ല. തമിഴ്നാട്ടുകാരനായ അരുൺ കാർത്തിക്, VA ജഗദീഷ് എന്നിവരിലൊരാളായിരിക്കും പകരം കളിക്കുക. സീസണിന്റെ തുടക്കത്തിൽ ജലജ് സക്സേനയ്ക്കൊപ്പം ഓപ്പണറായി തുടങ്ങിയ അരുൺ കാർത്തികിനെ ഫോമിലില്ലാത്തതിനെ തുടർന്ന് പിന്നീട് കളിപ്പിച്ചിരുന്നില്ല. ജഗദീഷ് ഹൈദരാബാദിനെതിരെ സെഞ്ചുറി നേടിയെങ്കിലും പിന്നീട് ഫോം ഔട്ടാകുകയായിരുന്നു. ഏതായാലും ചരിത്രത്തിന്റെ ഭാഗമാകുന്ന മത്സരം ജീവമരണ പോരാട്ടമാവുകയാണ് ഇരു ടീമുകൾക്കും. അനൂപ് വർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരുടെ സംഘടനാ പ്രവർത്തനം മാതൃകാപരമാണെന്ന് മന്ത്രി M. M. മണി. ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്ത്യയിൽ തന്നെ കേബിൾ TV സേവനം നൽകുന്നത് കേരളത്തിലാണ്. ഇത് COA അടക്കമുള്ള സംഘടനകളുടെ പ്രവർത്തനം കൊണ്ടാണെന്നും M. M. മണി പറഞ്ഞു. ഇടുക്കി അടിമാലിയിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി അടിമാലിയിൽ പഞ്ചായത്ത് ടൗൺ ഹാളിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 2 ദിവസത്തെ സംസ്ഥാന കൺവെൻഷനിൽ 4000-ഓളം കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിനിധീകരിച്ച് 350 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. രാവിലെ സമ്മേളന നഗരിയിൽ പതാക ഉയർത്തിയതിനു ശേഷം പ്രതിനിധികൾ പങ്കെടുത്ത റാലി നടന്നു. തുടർന്ന് നടന്ന കൺവെൻഷൻ ഉദ്ഘാടന സമ്മേളനം വൈദ്യുത മന്ത്രി M. M. മണി നിർവഹിച്ചു. COA എന്ന കൂട്ടായ്മ ഇതര സംഘടനകൾക്ക് മാതൃകയാണെന്ന് M. M. മണി പറഞ്ഞു. സർക്കാരും വൈദ്യുതി വകുപ്പും ഇവരുടെ പ്രശ്നങ്ങളെ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കച്ചവടക്കാർക്ക് സംഘടന, മുതലാളിമാർക്ക് സംഘടന, മുതലാളിമാരെ തന്നെ കുത്തക കമ്പനികൾക്ക് എല്ലായിടത്തും സംഘടന, കർഷക തൊഴിലാളിക്ക് സംഘടന, തോട്ടം തൊഴിലാളിക്ക് സംഘടന, എല്ലാവർക്കും സംഘടന ഉള്ളപ്പോൾ പിന്നെ നിങ്ങൾക്ക് സംഘടന ഇല്ലാതിരിക്കേണ്ട കാര്യം എന്താ? എന്തുകൊണ്ടും അത് ഉചിതമാണ്. നിങ്ങളുടെ സംഘടന നേരായ നിലയിൽ പ്രവർത്തിച്ച് അതിനോട് ആ നിലയിൽ സമൂഹത്തിനോടും നിങ്ങൾ പ്രതികരിക്കണം. അല്ല നിങ്ങളുടെ വാർത്താ ചാനല് ഇങ്ങനെ ഉള്ളതോ ഇല്ലാത്തതോ എല്ലാം കൂടെ പ്രചരിപ്പിച്ച് ആളെ ഒരുപാട് ഭ്രാന്ത് പിടിപ്പിക്കുന്ന നില ആകാൻ പാടില്ല. വാർത്തയൊക്കെ കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. സത്യസന്ധമായ പരമാവധി വാർത്ത കൊടുക്കണം. കെട്ടിച്ചമച്ച വാർത്തയൊന്നും കൊടുക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. ഏതായിരുന്നാലും നിങ്ങൾ ഈ രംഗത്തൊരു മാതൃകാപരമായ പ്രവർത്തനം സംഘടിപ്പിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗങ്ങളും സംഘടന ഉണ്ടാക്കുകയും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും ആ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കുത്തക ഭീമന്മാർക്കാണ് കേരളം പോലുള്ള ഇടങ്ങളിൽ ട്രായ് നിയമങ്ങളിൽ ഗുണം ലഭിക്കുക. രാജ്യത്ത് തന്നെ ഏറ്റവും കുറഞ്ഞ കേബിൾ വരി കേരളത്തിലാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇടുക്കി MLA S. രാജേന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. COA സംസ്ഥാന പ്രസിഡന്റ് വിജയകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. വൈദ്യുതി പോസ്റ്റ് ചെറുകിട ഓപ്പറേറ്റർമാർക്ക് നിഷേധിക്കുകയും അത് വൻകിട ഏഷ്യാനെറ്റ് പോലുള്ള കമ്പനികൾക്ക് മാത്രമായി നൽകുകയും ചെയ്യുകയുണ്ടായി. അതിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും പിന്നീട് അതിനുശേഷം വന്ന ഗവൺമെന്റ് കാലത്താണ് ചെറുകിട കേബിൾ ഓപ്പറേറ്റർമാർക്കും കൂടി വൈദ്യുതി പോസ്റ്റ് അനുവദിച്ചത്. എന്നാൽ അന്ന് ഒരു കമ്മിറ്റി വയ്ക്കുകയും ആ കമ്മിറ്റിയുടെ പഠനം അനുസരിച്ച് 17 രൂപയായിട്ടായിരുന്നു നിരക്ക് നിശ്ചയിക്കുന്നത്.
പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച ജോയ്സ് ജോർജ് MP പുതിയ താരിഫുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും കേരളത്തിലെ കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രശ്നങ്ങളും വരുന്ന സമ്മേളനത്തിൽ പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഉറപ്പ് നൽകി. ട്രായ് നൽകിയ പുതിയ താരിഫ് ഓർഡറും മറ്റു വിഷയങ്ങളും ഏറെ ഗൗരവത്തോടുകൂടിയാണ് കൺവെൻഷനിൽ ചർച്ച ചെയ്യുന്നത്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ MSOകളിലൊന്നായ COAയുടെ കേരള വിഷന്റെ ട്രായ് ഓർഡർ സംബന്ധിച്ച നിലപാട് മറ്റ് MSOകളും സൂക്ഷ്മമായാണ് കാത്തിരിക്കുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഹോട്ട്സ്പോട്ട് ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയെ ഇകഴ്ത്തി സംസാരിച്ചെന്നാരോപിച്ച് ഡിവൈഎഫ്ഐയുടെ വേറിട്ട പ്രതിഷേധം. ഭരണഘടനയുടെ പകർപ്പ് തപാൽ മാർഗം പ്രധാനമന്ത്രിക്ക് അയച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് ഭരണഘടനാ പകർപ്പ് തപാൽ ചെയ്തത്. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KA ഫ്രാൻസിസ്, ലിജോ ജോണി, MS ഫെബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നരേന്ദ്രമോദിയും RSSും രാജ്യം ഭരിക്കുന്ന BJPയും ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഇതുവരെ ഉയർത്തിപ്പിടിച്ച എല്ലാ പാരമ്പര്യത്തിൻ്റെയും അന്തസ്സത്ത ഉൾക്കൊള്ളുന്നതാണ് ഭരണഘടന എന്ന് നമുക്കറിയാം. നാം ഉയർത്തിപ്പിടിക്കുന്ന ലിംഗനീതിയായാലും സാഹോദര്യമായാലും ഫെഡറലിസമായാലും മതനിരപേക്ഷതയായാലും സോഷ്യലിസ്റ്റ് മനോഭാവമായാലും എല്ലാം ഭരണഘടനയിൽ ഉൾച്ചേർന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ആ ഭരണഘടനയെ തകർക്കുന്ന രൂപത്തിലാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. കൊല്ലത്ത് എത്തിക്കൊണ്ട് നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. കാലിക്കറ്റ് സർവകലാശാല എഫ്സോൺ കലോത്സവ സ്റ്റേജ് മത്സരങ്ങൾക്ക് നാളെ തിരിതെളിയുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നാളെ രാവിലെ 10 മണിക്ക് CK ശശീന്ദ്രൻ MLA കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നിഷാദ്, NS വൈഷ്ണവ്, ജിഷ്ണു, ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. നാളെ ഉണരുകയാണ്. സ്റ്റേജ് മത്സരങ്ങൾ നാളെ 3 വേദികളിലായിട്ട് നടക്കും. നാളെ കലോത്സവത്തിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം കൽപ്പറ്റ നിയോജകമണ്ഡലം MLA CK ശശീന്ദ്രൻ നിർവഹിക്കും. സിനിമ സാഹിത്യ മേഖലകളിൽ നിന്നും പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്റ്റേജ് 3 വേദികളിലായിട്ടാണ് നാളെ പരിപാടികൾ നടക്കുന്നത്. 2 ദിവസമായി ഓഫ് സ്റ്റേജ് മത്സരങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ വാർഷിക മത്സരം തന്നെയാണ് ഇത്തവണ നടക്കുന്നത്. വയനാട് ജില്ലയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് സർവകലാശാലയുടെ എഫ്സോൺ കലോത്സവത്തിന് മുന്നോടിയായി പുൽപ്പള്ളി ടൗണിൽ ഘോഷയാത്ര നടത്തി. പുൽപ്പള്ളി SNDP കോളേജിൽ നിന്ന് ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയിൽ ജില്ലയിലെ വിവിധ കലാലയങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗത്തെ നിരവധി ആളുകളും പങ്കെടുത്തു. സർവകലാശാലയുടെ കീഴിലുള്ള 21 കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികളും ഘോഷയാത്രയിൽ പങ്കാളികളായി. അക്ഷയ് റോയ്, മുഹമ്മദ് അഷ്കർ, ഷാഫി, AO റോയ് എന്നിവർ നേതൃത്വം നൽകി. സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ വിതരണ പൈപ്പുകൾ സ്ഥാപിക്കാൻ വൈകുന്നത് പദ്ധതി പൂർത്തീകരണത്തിന് വിലങ്ങ് തടിയാവുന്നു. പടിഞ്ഞാറത്തറ, പൊഴുതന, തരിയോട്, കോട്ടത്തറ, വെങ്ങപ്പള്ളി പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് വൈകുന്നത്. എത്രയും വേഗം പദ്ധതി പൂർത്തീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ബാണാസുര സാഗർ ഡാമിൽ നിന്ന് തരിയോട് പഞ്ചായത്തിലെ കബനിക്കുന്നിൽ സ്ഥാപിച്ച ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളമെത്തിച്ചാണ് വിതരണം. 5 കോടി രൂപയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റും യന്ത്ര സാമഗ്രികൾക്കും അനുവദിച്ചത്. 7.5 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്ക്, ശുദ്ധീകരണ സംവിധാനം, ഓഫീസ്, താമസമുറികൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തിയായി. ഇവയുടെ നിർമ്മാണത്തിന് വേണ്ടി 3.5 കോടി രൂപ ചിലവായി. ശേഷിക്കുന്ന 1.5 കോടി രൂപയാണ് യന്ത്ര സാമഗ്രികൾക്കുള്ളത്. മറ്റു പണിയെല്ലാം പൂർത്തിയായതിനു ശേഷമാണ് ഇവ സ്ഥാപിക്കുന്നത്. കബനിക്കുന്നിലെ നിർമ്മാണങ്ങളെല്ലാം പൂർത്തിയായിട്ട് 1 വർഷമായെങ്കിലും അനുബന്ധ ജോലികൾ വൈകുകയാണ്. ഡാമിൽ നിർമ്മിക്കുന്ന കിണറിന്റെ പണി അവസാന ഘട്ടത്തിലാണ്. കിണറിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളമെത്തിക്കാനുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള കരാർ പൂർത്തിയായിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന്റെ അനുമതി ലഭിക്കുന്നതോടെ പണികൾ ആരംഭിക്കും. എന്നാൽ കബനിക്കുന്നിലെ ടാങ്കിൽ നിന്ന് 5 പഞ്ചായത്തിലേക്കുള്ള വിതരണ പൈപ്പുകൾ സ്ഥാപിക്കുന്നതിനും ആവശ്യത്തിന് ജലസംഭരണികൾ സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾക്കൊന്നും ഇതുവരെ തുടക്കമായിട്ടില്ല. ഇതോടെ ഈ പദ്ധതി ഏറെ വൈകാനിടയാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. വേനൽ കനക്കുന്നതോടെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാകുവാൻ കാത്തിരിക്കുന്നവർ ഇപ്പോൾ ആശങ്കയിലാണ്. പദ്ധതി വൈകുന്നതോടെ കോടികൾ മുടക്കിയുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ വെറുതെയാകാനുമുള്ള സാധ്യത ഏറെയാണ്. പദ്ധതി പൂർത്തീകരണത്തിനു വേണ്ടി 78 കോടി രൂപയാണ് താൽക്കാലിക എസ്റ്റിമേറ്റിൽ പറഞ്ഞിരിക്കുന്നത്. നിലവിലെ പണികൾക്ക് 15 കോടി രൂപയാണ് അനുവദിച്ചത്. ശേഷിക്കുന്ന പണി പൂർത്തിയാക്കാൻ ഫണ്ട് ഉടൻ അനുവദിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിലെ ജനങ്ങൾ നോക്കിക്കണ്ടത്. 3 വർഷങ്ങൾക്ക് മുമ്പ് പടിഞ്ഞാറത്തറയിൽ വെച്ച് അന്നത്തെ ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ്
ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ഏതാണ്ട് ഈ 5 പഞ്ചായത്തുകളിലേക്ക് പടിഞ്ഞാറത്തറയിലെ ബാണാസുര സാഗർ ഡാമിൽ നിന്നും വെള്ളമെടുത്തുകൊണ്ട് എല്ലാ പ്രദേശങ്ങളിലും ഈ വെള്ളം വിതരണം ചെയ്യുന്നതിനാവശ്യമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഏതാണ്ട് 78 കോടി രൂപയോളം ഇതിൻ്റെ പ്രൊജക്റ്റിന് വകയിരുത്തുകയും 15 കോടി രൂപയോളം ഇതിൻ്റെ പ്രാരംഭ പ്രവൃത്തികൾക്ക് വേണ്ടി അനുവദിക്കുകയും ചെയ്തു. മഞ്ഞുറയിലെ ഡാമിനോട് ചേർന്ന സ്ഥലത്ത് ഇതിൻ്റെ കിണർ നിർമ്മാണം ഏകദേശം പൂർത്തിയാവുകയും മറ്റു ഏതാണ്ട് 5 കോടിയോളം രൂപ ഇതിനു വേണ്ടി അനുവദിക്കുകയും 3.5 കോടി രൂപയോളം ഇതിനു വേണ്ടി ചെലവഴിച്ച് ഈ പദ്ധതി പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കുടിവെള്ള വിതരണത്തിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈൻ വലിക്കുന്ന പ്രവൃത്തിയും അതുപോലെ മറ്റുള്ള പ്രവൃത്തികളുമൊക്കെയാണ് ഇതിനു വേണ്ടി ഇപ്പോൾ അവശേഷിക്കുന്നത്. വീടുകുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങളാണ് പൈപ്പ് ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള താമസം നേരിടേണ്ടി വന്നത് എന്നതാണ് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത്. വയനാട് വിഷൻ പടിഞ്ഞാറത്തറ. തവിഞ്ഞാൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സ്കൂൾ തല പച്ചക്കറി വികസന പദ്ധതിയുടെ ഭാഗമായി വാളാട് സ്കൂളിൽ നടപ്പാക്കിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് വാർഡ് മെമ്പർ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. തവിഞ്ഞാൽ കൃഷിഭവൻ അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ റജി ഉൽപ്പന്നങ്ങൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി. കൃഷി അസിസ്റ്റന്റ് ഓഫീസർ അഷറഫ് വലിയ പീടികയിൽ, ഹെഡ്മാസ്റ്റർ രഞ്ജിത് കുമാർ, PTA പ്രസിഡന്റ് ഷാജി ഇളയിടത്ത്, തോമാച്ചൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ മാതാപിതാക്കളുടെ കൂടെ നമ്മൾ കൃഷി മേഖലകളിൽ അവരുടെ കൂടെ കൃഷിയിടങ്ങളിൽ പോവുകയും അത് കൃഷി ചെയ്യുകയൊക്കെ ചെയ്തിരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കുട്ടികൾ അതിനുള്ള സാഹചര്യങ്ങളില്ലാതെ വരുമ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിലൂടെ കൃഷി പരിപോഷിപ്പിക്കുന്ന പല മാർഗങ്ങളും ഇപ്പം പല മേഖലകളിലും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കൃഷി വകുപ്പ് സ്കൂൾ തല പച്ചക്കറി കൃഷി വികസന പദ്ധതി എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷങ്ങളും നടത്തുന്ന ഒരു പരിപാടിയുണ്ട്. അതിനോട് അനുബന്ധിച്ച് നമ്മുടെ വാളാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ നമ്മൾ ഈ വർഷം പ്രൊജക്റ്റ് ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൾട്ടിവേഷൻ എന്ന് പറഞ്ഞ പദ്ധതി നടപ്പിലാക്കുകയും 50 സെൻറ്റ് സ്ഥലത്തോളം ജൈവ പച്ചക്കറി കൃഷി ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഊർജം പകർന്നിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ തോമസ് സാറായിരിക്കാം. വരൾച്ചയും പ്രളയക്കെടുതിയും മൂലം കാർഷിക വിളകൾ പൂർണ്ണമായും നശിച്ച് വായ്പകൾ തിരിച്ചടയ്ക്കാൻ കഴിയാത്ത കർഷകരോട് ബാങ്കുകളുടെ നിയമ നടപടി. പലരുടെയും ഭൂമികൾ സർഫാസി നിയമപ്രകാരം ജപ്തി ചെയ്യാനൊരുങ്ങുകയാണ് ബാങ്കുകൾ. പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ മാത്രം 1000-ഓളം കർഷകരാണ് ബാങ്കുകളുടെ നിയമ നടപടി മൂലം പ്രതിസന്ധിയിലായിരിക്കുന്നത്. പല കർഷകരുടെയും ഭൂമികൾ സർഫാക്സി നിയമപ്രകാരം ജപ്തി നടപടികളുമായി ബാങ്കുകൾ മുന്നോട്ട് പോവുകയാണ്. വരൾച്ചയും പ്രളയക്കെടുതിയും മൂലം കുരുമുളക്, കാപ്പി, ഇഞ്ചി, കമുക് തുടങ്ങിയ കൃഷികൾ പൂർണ്ണമായും നശിച്ചതോടെ വർഷാവർഷം കൃഷികളിൽ നിന്ന് ലഭിച്ചിരുന്ന ആദായം ഇത്തവണ ലഭിക്കാത്തതാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങാൻ കാരണം. ഇതിനു പുറമെ ജപ്തി ഭീഷണി നേരിടുന്ന കർഷകരുടെ ഭൂമികൾ ബാങ്കിലെ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഭൂമാഫിയകളുമായി ഒത്തുചേർന്ന് ഭൂമി ലേലം പിടിക്കുന്നതും പുൽപ്പള്ളി മേഖലയിൽ വർദ്ധിച്ചു വരികയാണ്. സർക്കാർ കാർഷിക കടങ്ങൾക്ക് മൊറട്ടോറിയം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കോടതിയിലും മറ്റും കേസ് നിലനിൽക്കുന്നതിനാൽ കർഷകർക്ക് ഇതുമൂലം മൊറട്ടോറിയം കൊണ്ട് പ്രയോജനമില്ലാത്ത അവസ്ഥയാണ്. കാർഷിക വായ്പകൾ സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും വകവയ്ക്കാതെ ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങുകയാണ്. ഈ ഒരു മറവിൽ മറ്റ് ബിനാമികളൊക്കെ ആയിട്ട് ഇടപെട്ട് നമ്മുടെ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് വിറ്റ് ബാങ്കിലെ ലോണ് സെറ്റിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇടനിലക്കാർ വന്ന് കൃഷിക്കാരെ പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ നടന്നു പോകുന്നതാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷിക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന ഈ മൊറട്ടോറിയം, സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഈ മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും ബാങ്കുകാരത് കണക്കൂട്ടുന്നില്ല. അവർ ഇപ്പോഴും ജപ്തി നോട്ടീസുകൾ കൃഷിക്കാർക്ക് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു നടപടി ഇവിടെ പ്രളയത്തിന് ശേഷം ഇവിടുത്തെ പുൽപ്പള്ളിയിലുണ്ടായിട്ടുള്ള ഈ പ്രദേശത്തുണ്ടായിട്ടുള്ള കാർഷിക തകർച്ച എല്ലാം അടയ്ക്ക, കുരുമുളക് കൃഷി എല്ലാം നാശത്തിൻ്റെ അവസ്ഥയിലാണ്. സർക്കാർ അടിയന്തരമായി ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട് കർഷകരുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ തയ്യാറാകണമെന്നാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. ഈ മാസം 24 മുതൽ 28 വരെ ബത്തേരി ചുള്ളിയോട് റോഡിൽ ചക്കാലക്കലിനു സമീപം നടക്കുന്ന വിത്തുത്സവത്തിന്റെ കാൽനാട്ട് കർമ്മം നിർവഹിച്ചു. വിത്തുത്സവ നഗരിയിൽ കാൽനാട്ടു കർമ്മം ബത്തേരി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK സഹദേവൻ നിർവഹിച്ചു. പരിപാടിയിൽ ബേബി കുളത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. സെലിൻ മാനുവൽ, തോമസ് കള്ളപ്പുര, കെ രവി, പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. വിത്തുത്സവം എൻ്റെ ഒന്നും ഓർമ്മയിൽ ഈ അടുത്ത കാലത്തൊന്നും ബത്തേരിയിൽ നടന്നിട്ടില്ല.
വയനാട്ടിൽ ഇങ്ങനെയുള്ള കൽപ്പറ്റ പോലുള്ള സ്ഥലങ്ങളിൽ നടക്കില്ലാതെ ബത്തേരിക്ക് അങ്ങനത്തെ ഒരു അനുഭവം. തീർച്ചയായിട്ടും കാർഷിക മേഖല വലിയ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൃഷിയില്ലെങ്കിൽ മനുഷ്യനില്ല, ഒരു ജീവജാലങ്ങളും ഇല്ല. കാരണം ഭക്ഷണമില്ലാതെ ഒരു ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. അപ്പോൾ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്ന കൃഷിയെ ശക്തിപ്പെടുത്തുന്നതിനും ഇതൊരു പോരാട്ടമായിട്ട് കൂടി കാണുകയാണ്. ഈ കാലഘട്ടത്തിലും ഈ വിത്ത് ജനങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന രൂപത്തിൽ പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള വിത്തുകളും അതിൻ്റെ കാർഷിക രീതികളിലേക്കും ഒക്കെ സമൂഹത്തെ നയിക്കുന്നതിന് വേണ്ടി വലിയ പ്രേരണയായി ഈ എക്സിബിഷൻ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ബത്തേരി സർവജന ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് നിർധന യുവതിക്ക് ജീവിതമാർഗമായി തയ്യൽ മെഷീൻ നൽകി. കുളിയാടി പിടികപ്പറമ്പിൽ ശ്രീജയ്ക്കാണ് NSS വിദ്യാർത്ഥികൾ തയ്യൽ മെഷീൻ വാങ്ങി നൽകി മാതൃകയായത്. അമ്മയും ശ്രീജയും അടങ്ങുന്ന കുടുംബത്തിന് തയ്യലിലൂടെ വരുമാനം കണ്ടെത്താനാകുമെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് വിദ്യാർത്ഥികൾ മാതൃകാപരമായ പ്രവർത്തനം നടത്തിയത്. നെന്മേനി പഞ്ചായത്ത് അംഗം സുജ ജെയിംസ് തയ്യൽ മെഷീൻ കൈമാറി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ശ്രീജ ചേച്ചിയുടെ വീടാണിത്. ഭൗതിക സാഹചര്യങ്ങളെല്ലാം വളരെ മോശമാണ്. അച്ഛനും അമ്മയും രോഗികളാണ്. ഞങ്ങളുടെ PT അംഗങ്ങളാണ് ഈ അവസ്ഥ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. സുമനസുകളുടെ സഹായത്താൽ ഞങ്ങൾക്ക് ലഭിച്ച തയ്യൽ മെഷീൻ ഒരു സാമ്പത്തിക സഹായമായി ഒരു ജീവിതമാർഗമായും ശ്രീജ ചേച്ചിക്ക് നൽകാൻ സാധിച്ചു. മനസ്സ് നന്നാണ്. പാടിച്ചിറ വില്ലേജിലെ ഭൂവില നിർണയത്തിലെ അപാകതകൾ ജനത്തെ വലയ്ക്കുന്നു. റീസർവേ പൂർത്തീകരിക്കും മുൻപ് നിശ്ചയിച്ച വില 4 തവണ പുതുക്കിയതോടെയാണ് വില്ലേജിൽ ചില ഭാഗത്ത് 8-10 ഇരട്ടി വില വർദ്ധിച്ചത്. യഥാർത്ഥ നിരക്കിന്റെ 10 മടങ്ങ് നൽകി രജിസ്ട്രേഷൻ നടത്താൻ പലരും നിർബന്ധിതരാകുന്നുണ്ടെന്നും പരാതിയുണ്ട്. മുഴുവൻ പണവും നൽകി ആധാരം രജിസ്ട്രേഷന് എത്തുമ്പോഴാണ് ആളുകൾ ഇക്കാര്യം അറിയുക. ഇതിന്റെ പേരിൽ രജിസ്ട്രേഷൻ മുടങ്ങുന്നത് പതിവായിരിക്കുകയാണ്. ന്യായവില പ്രാബല്യത്തിൽ വന്നപ്പോൾ PWD റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തിന് ഒരു ആറിന്, അതായത് 2.47 സെന്റ് ഭൂമിക്ക് 12,500 രൂപയാണ് വില തീരുമാനിച്ചത്. വില്ലേജിൽ ന്യായവില കുറവാണെന്ന ആക്ഷേപത്തെ തുടർന്ന് 2013 ഒക്ടോബർ 8 വില പുതുക്കി നിർണയിച്ച കലക്ടർ ഉത്തരവിറക്കി. 25,000 രൂപയിൽ നിന്ന് 2 ലക്ഷമായി വർദ്ധിച്ചത്. വാണിജ്യ പ്രാധാന്യമുള്ള ഗണത്തിൽപ്പെടുത്തിയാണ് വിലയിട്ടത്. 2014 50%, 2008 10% വർദ്ധിച്ച് ഇപ്പോൾ 3,30,000 രൂപയാണ് വില. പുൽപ്പള്ളി പാടിച്ചിറ വില്ലേജുകളുടെ അതിർത്തിയിലെ ചീയമ്പത്ത് പാടിച്ചിറ വില്ലേജിലെ സ്ഥലത്ത് സെന്റിന് 1,32,000 രൂപയാണെങ്കിൽ മറുഭാഗത്ത് പുൽപ്പള്ളി വില്ലേജിൽ 13,200 രൂപയാണ് ന്യായവില. കലക്ടറുടെ 2013 ഉത്തരവിലാണ് അപാകത. മരാമത്ത് റോഡിനോട് ചേർന്ന സ്ഥലമെല്ലാം ഇപ്പോൾ വാണിജ്യ പ്രാധാന്യമുള്ളവയുടെ ഗണത്തിൽപ്പെടുത്തി അതനുസരിച്ചുള്ള മുദ്ര വിലയും ഫീസും അടയ്ക്കണമെന്നാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ നിലപാട്. പാടിച്ചിറ വില്ലേജിൽ മരാമത്ത് റോഡ് കടന്നുപോകുന്ന സ്ഥലങ്ങൾക്കെല്ലാം ഇതുപ്രകാരം ഫീസ് അടയ്ക്കേണ്ടി വരും. ന്യായവില പുതുക്കാൻ സർക്കാർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. അപാകത പരിഹരിക്കണമെന്നും റിസർവേ പ്രകാരം ഓരോ സ്ഥലത്തിന്റെയും പ്രത്യേകതകൾ പരിഗണിച്ച് ന്യായവില തീരുമാനിക്കണമെന്നും അത് പ്രാബല്യത്തിലാകും വരെ അന്യായവില പിൻവലിക്കണമെന്നും ഇടപാടുകാർ ആവശ്യപ്പെട്ടു. പാടിച്ചിറ വില്ലേജിൽ അശാസ്ത്രീയമായ ഭൂമിയുടെ വില നിശ്ചയം മൂലം സാധാരണ കൃഷിക്കാർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അതിന് പല രീതിയിലുള്ള താരിഫാണ് ഇപ്പം നിലവിൽ വാങ്ങുന്നത്. നിലനിൽക്കുന്നത് കൊണ്ട് ഒരു ഭൂമി കൊടുക്കാനോ വാങ്ങാനോ സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. അശാസ്ത്രീയമായ രീതിയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുള്ള നടപടിയാണ് ഇതിന് കാരണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് പരിഹരിച്ച് വേണ്ടുന്ന നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത്. വയനാട് വിഷൻ, പുൽപ്പള്ളി. ആദിവാസി വിഭാഗങ്ങളുടെ തനത് കലകളുടെ നേർക്കാഴ്ചയായി ഗോത്രഫെസ്റ്റ്. ഗോത്രവർഗ വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി അവരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനും കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനുമായി ഗോത്രവർഗ വിഭാഗങ്ങളുടെ തനത് കലകൾ കോർത്തിണക്കി സംഘടിപ്പിച്ച എടവക പഞ്ചായത്ത് തല ഗോത്രഫെസ്റ്റ് വെട്ടവും വെളിച്ചവും ഏറെ ശ്രദ്ധേയമായി. എടവക ഗ്രാമപഞ്ചായത്തും കല്ലോടി സെന്റ് ജോസഫ് UP സ്കൂളും സംയുക്തമായാണ് ഗോത്രഫെസ്റ്റ് 2019 സംഘടിപ്പിച്ചത്. 100ഓളം കോളനികളിൽ നിന്നുള്ളവർ തുടികൊട്ട്, കമ്പളനാട്ടി, വട്ടക്കളി, വട്ടപ്പാട്ട് തുടങ്ങിയ ഗോത്രകലകൾ അവതരിപ്പിച്ചു. ഗോത്രവിഭാഗങ്ങളുടെ ആടയാഭരണങ്ങൾ, പണിയായുധങ്ങൾ, വീട്ടുപകരണങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ പ്രദർശനവും ഫെസ്റ്റിവലിൽ നടന്നു. ഗ്രാമപഞ്ചായത്തിലെ 11 സ്കൂളുകളിൽ നിന്നുള്ള 150 വിദ്യാർത്ഥികളും 50 രക്ഷിതാക്കളും ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗോത്രകലകൾ സദസ്സ് നിറഞ്ഞ ഹർഷാരവത്തോടെയാണ് ആസ്വദിച്ചത്. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചതെന്ന് സ്കൂൾ പ്രധാനാധ്യാപകൻ ബെന്നി ആന്റണി പറഞ്ഞു. വിദ്യാഭ്യാസ രംഗം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക്, പ്രത്യേകിച്ച് ഗോത്രവർഗ വിഭാഗത്തിൻ്റെ. അപ്പോൾ ആ ഒരു കൊഴിഞ്ഞുപോക്കിനെ തടയിടാൻ, പ്രത്യേകിച്ച് ഈ വിളവെടുപ്പ് കാലത്ത് അത് നല്ലതുപോലെയുണ്ട്. അപ്പോൾ അത് തടയിടാൻ വേണ്ടി ഞങ്ങളുടെ സ്കൂൾ സെൻറ്റ് ജോസഫ് UP സ്കൂൾ
കല്ലോടി ആരംഭിച്ച തനത് പദ്ധതിയാണ് ഗോത്ര ഫെസ്റ്റ്. ഒട്ടും പൊളിച്ചും എന്ന പേരിലാണ് ഈ പദ്ധതിക്ക് ഞങ്ങൾ പേര് കൊടുത്തത്. അപ്പോൾ ഇതിനോട് ചേർന്ന് പഞ്ചായത്ത് കൂടി ചെറിയൊരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് പഞ്ചായത്തിൻ്റേത് കൂടി ആക്കി മാറ്റുകയാണ് ഇപ്പോൾ ഉണ്ടായത്. വെട്ടും വെളിച്ചും എന്ന ഗോത്ര ഫെസ്റ്റ് ഓയാർകുളു MLA ഉദ്ഘാടനം ചെയ്തു. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. ബത്തേരി അസംഷൻ ഫൊറോന പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ തിരുനാളിന് കൊടിയേറി. പള്ളിയങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പള്ളി വികാരി ഫാദർ ജെയിംസ് പുത്തൻപറമ്പിൽ കൊടിയുയർത്തി. ചടങ്ങിൽ ഫാദർ ജിതിൻ പിച്ചാട്ട്, ഫാദർ രജീഷ് കറുത്തേടത്ത്, കുര്യാക്കോസ് ആന്റണി, ടിജി ചെറുതോട്ടിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് പൂർവിക അനുസ്മരണവും നടത്തി. പ്രശസ്ത മരിയൻ തീർത്ഥാടന കേന്ദ്രമായ തരിയോട് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 77-ാം വാർഷിക തിരുനാളിന് തുടക്കമായി. റവറൻ ഫാദർ ജെയിംസ് കുന്നത്തേട്ട് കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. ജനുവരി 18 മുതൽ 26 വരെയാണ് തിരുനാൾ. പ്രധാന തിരുനാൾ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണം, ഉണ്ണീശോ നഗറിലേക്ക് പ്രദക്ഷിണം, നാടകം, ഭക്തസംഘടനകളുടെ വാർഷികാഘോഷം, പൊതുസമ്മേളനം, കലാസന്ധ്യ, നേർച്ച ഭക്ഷണം എന്നിവയും ഉണ്ടാകും. തരിയോട് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിലെ തിരുനാളാഘോഷം ജനുവരി മാസം 18 മുതൽ 26 വരെ തീയതികളിൽ നടത്തപ്പെടുന്നതാണ്. പ്രധാന തിരുനാൾ ദിനങ്ങളായ 24, 25, 26 തീയതികളിൽ ഭക്തിനിർഭരമായ തിരുക്കർമ്മങ്ങൾ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കപ്പെടുന്നതാണ്.